ബിരിയാണി ഇഷ്ടമുള്ളവരൊക്കെ വായോ, ഇന്ന് നമുക്കൊരു വെറൈറ്റി അടിപൊളി ബിരിയാണി ഉണ്ടാക്കാം. ആദ്യമായിട്ട് എണ്ണയിൽ സവോള നന്നായിട്ട് ഫ്രൈ ചെയ്ത് കോരി മാറ്റി വയ്ക്കണം. ഇതാണ് ബിരിയാണിയുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഇനി സവോള ഫ്രൈ ചെയ്ത അതേ എണ്ണയിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ ചതച്ചതൊന്ന് ചേർത്ത് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി എന്നിവയും ചേർത്തൊന്ന് മൂപ്പിച്ച് ചെറുതായിട്ട് മുറിച്ച തക്കാളിയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് പാത്രം അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കണം. ഇതിലേക്ക് ഗരം മസാല, പെരിഞ്ജീരകപ്പൊടി, കുരുമുളക് പൊടി എന്നിവയും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുത്ത് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങളും കൂടെ ചേർത്ത് എല്ലാം ഇളക്കി യോജിപ്പിച്ച് പാത്രം അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. വീണ്ടും ഒന്ന് ഇളക്കിയെടുക്കുക. പിന്നെ വറുത്ത് വെച്ചിരിക്കുന്ന സവോള കൈ കൊണ്ടൊന്ന് പൊടിച്ചതിന് ശേഷം ചിക്കനിലോട്ട് ചേർത്ത് വീണ്ടും നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഒരല്പം തൈര് ചേർക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. ബിരിയാണിയുടെ മസാല ഓൾമോസ്റ്റ് റെഡിയാണ്. അവസാനമായിട്ട് കറിവേപ്പിലയും മല്ലിയിലയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് സ്റ്റൗ ഓഫ് ചെയ്യുക. ഇനി എന്താ, അടുത്ത ഒരു പാത്രത്തിലേക്ക് നെയ്യ് ഒഴിച്ച് പട്ട, ഗ്രാമ്പു, ഏലക്ക ഒന്ന് മൂപ്പിച്ച് കൈമ റൈസ് കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് തിളച്ച വെള്ളം, ഉപ്പ് എന്നിവ ചേർത്ത് റൈസ് കുക്ക് ചെയ്തെടുക്കുക. അതിൽ നിന്ന് ഒരല്പം റൈസ് മാറ്റി വയ്ക്കുക. ചിക്കൻ മസാല ചേർക്കുക. അതിൻ്റെ മേലെ റൈസ് ചേർക്കുക. ഫ്രൈ ചെയ്ത സവോള, കശുവണ്ടി, മല്ലിയില, ഒരല്പം നെയ്യ്, ഇതെല്ലാം കൂടെ ഒന്ന് ദം ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ബിരിയാണി റെഡി. അപ്പോൾ എൻജോയ്.